വിരൽത്തുമ്പിലെ ലോകവും ചതിക്കുഴികളും ഡിജിറ്റൽ കേരളത്തിന്റെ പുതിയ അതിരുകൾ. അറിവിന്റെ അക്ഷരമുറ്റത്ത് നിന്ന് അതിവേഗ ഇന്റർനെറ്റിന്റെ വിസ്മയ ലോകത്തേക്ക് കേരളം ചുവടുവെക്കുമ്പോൾ നമ്മുടെ വിരൽത്തുമ്പുകൾ ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലേക്കും തുറക്കുന്ന ജാലകങ്ങളായി മാറിയിരിക്കുന്നു. അക്ഷരമുറ്റത്തെ സാക്ഷരതയിൽ നിന്ന് ഡിജിറ്റൽ സാക്ഷരതയുടെ പുതിയ ആകാശങ്ങളിലേക്ക് മലയാളി ചിറകടിച്ചു വരുന്നത് കേവലം ഒരു സാങ്കേതിക നേട്ടമല്ല, മറിച്ച് ഒരു ജനതയുടെ അതിജീവനത്തിന്റെയും നവീകരണത്തിന്റെയും അടയാളമാണ്. മുത്തശ്ശിമാർ സ്മാർട്ട് ഫോണിലൂടെ വിദേശത്തുള്ള കൊച്ചുമക്കളോട് വീഡിയോ കോളിൽ സംസാരിക്കുമ്പോഴും ഗ്രാമീണ കവലകളിലെ ചായക്കടകളിൽ ഡിജിറ്റൽ പണമിടപാടുകൾ നടക്കുമ്പോഴും കേരളം ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ സമൂഹമായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വെളിച്ചം കൂടുമ്പോൾ നിഴലിന് കനം വർദ്ധിപ്പിക്കുമെന്ന പോലെ ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ മറവിൽ അദൃശ്യമായ ചതിക്കുഴികളും ഭീഷണികളും പതിയിരിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം നാം ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. സൈബർ ലോകത്തെ മായാജാലങ്ങളിൽ ആകൃഷ്ടരാകുന്ന സാധാരണക്കാരെ ലക്ഷ്യം വച്ച് വിരിക്കപ്പെടുന്ന വലകൾ ഇന്ന് വർത്തമാനകാലത്തെ വലിയൊരു വെല്ലുവിളിയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ നിമിഷനേരം കൊണ്ട് ശൂന്യമാകുന്ന ഓൺലൈൻ തട്ടിപ്പുകളും വ്യാജ സന്ദേശങ്ങളിലൂടെ വ്യക്തിവിവരങ്ങൾ ചോർത്തുന്ന ഫിഷിംഗ് രീതികളും നമ്മുടെ സൈബർ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു. സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാൻ പഠിച്ച നാം അതിനെ പ്രതിരോധിക്കാൻ കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് കാലം നൽകുന്ന പാഠം. ഒരു OTP സന്ദേശത്തിലോ അജ്ഞാതമായ ഒരു ലിങ്കിലോ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകം ഓരോ പൗരനും അനിവാര്യമാണ്. ഡിജിറ്റൽ സാക്ഷരത എന്നത് കേവലം ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിപ്പിക്കാൻ പഠിക്കലല്ല, മറിച്ച് സൈബർ ലോകത്തെ ചതിക്കുഴികളെ തിരിച്ചറിയാനും സ്വന്തം സ്വകാര്യതയെ കാത്തുസൂക്ഷിക്കാനുമുള്ള അവബോധം കൂടിയാണ്. സർക്കാരും വിവിധ ഏജൻസികളും നടത്തുന്ന സൈബർ സുരക്ഷാ ക്യാമ്പയിനുകൾ ഒരു പരിധിവരെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നുണ്ടെങ്കിലും വ്യക്തിപരമായ ജാഗ്രതയാണ് ഏറ്റവും വലിയ സുരക്ഷാ കവചം. അപരിചിതരായ വ്യക്തികളിൽ നിന്നുള്ള വീഡിയോ കോളുകളും ആകർഷകമായ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുന്ന സന്ദേശങ്ങളും ഒരു സംശയദൃഷ്ടിയോടെ നോക്കിക്കാണാൻ മലയാളി ശീലിച്ചു തുടങ്ങണം. അറിവ് ആയുധമാക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ അഭിമാനമായി മാറണം. സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ ആസ്വദിക്കുമ്പോൾ തന്നെ അതിന്റെ ഇരുണ്ട വശങ്ങളെ പ്രതിരോധിക്കാനുള്ള ആത്മവിശ്വാസം നേടിയെടുക്കുന്നതിലൂടെ മാത്രമേ കേരളത്തിലെ ഡിജിറ്റൽ സാക്ഷരത പൂർണ്ണമാവുകയുള്ളൂ. സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ജാഗ്രതയോടെ ഇരിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.